ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസമായിട്ട് അനർഹമായി കൈവശം വെച്ചിരുന്ന റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു അദാലത്ത് വെച്ചിരുന്നു. ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് BPL ലിസ്റ്റിൽ വൻ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നിലവിൽ ആ ഒരു ലിസ്റ്റിലേക്ക് ഇപ്പോൾ വെള്ള റേഷൻ കാർഡിൽ നിന്നും നീല റേഷൻ കാർഡിൽ നിന്നും ആളുകളെ ചേർക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആ ലിസ്റ്റിൽ നിങ്ങൾ കയറിപ്പറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ഓരോ സംസ്ഥാനത്തിലും BPL ലിസ്റ്റ് കേന്ദ്ര സർക്കാർ നിജപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള റേഷൻ കാർഡിൻ്റെ ഇത്ര ശതമാനം മാത്രമേ BPL ലിസ്റ്റിൽ, അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിബന്ധന ഉള്ളതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുകയില്ല. ഇപ്പോൾ പല ആളുകളും കമൻറ്റുകളിലൂടെ പറയുന്നുണ്ട്, ഞാൻ അപേക്ഷിച്ചിട്ട് 6 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു, എനിക്ക് ഇതുവരെ BPL ലിസ്റ്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് അതിനുള്ള മാനദണ്ഡങ്ങളും അർഹതയും ഉണ്ട്, എങ്കിൽ പോലും അതിലേക്ക് ഇതുവരെ എന്നെ പരിഗണിച്ചിട്ടില്ല എന്ന്. അതിനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ആ നിലവിലുള്ള ലിസ്റ്റ് ഒഴിയാതെ നിങ്ങൾക്ക് അതിൽ കയറിപ്പറ്റാൻ കഴിയുകയില്ല. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശരിയായിട്ടുള്ളത്. സംസ്ഥാനത്ത് പിങ്ക് റേഷൻ കാർഡിൽ 1,20,000 ഒഴിവുകളും മഞ്ഞ റേഷൻ കാർഡിൽ 10,000-ഓളം ഒഴിവുകളുമാണ് നിലവിലുള്ളത്. ഈ ഒരു വിഭാഗത്തിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്ന ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ ഭക്ഷ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അർഹയായ ഒരു കുടുംബത്തിന് കാർഡ് നൽകിക്കൊണ്ട് നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ വരും ദിവസത്തിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പദ്ധതിയിലേക്ക് കടക്കും. എല്ലാ ആളുകൾക്കും അർഹരായിട്ടുള്ള അപേക്ഷ വെച്ചിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനൊരു പ്രത്യേക സമയം ഒന്നും ഇല്ല. എല്ലാ സമയത്തും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സിവിൽ സപ്ലൈസ് ഓഫീസിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ നിലവിലുള്ള റേഷൻ കാർഡിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശത ഉണ്ടെങ്കിൽ അതും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വേണം വെക്കാൻ. നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടോ നിത്യ രോഗികളോ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ കൂടി ഈ ഒരു അപേക്ഷയോടൊപ്പം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. വിഹിതങ്ങളും നിലവിലെ എല്ലാ താലൂക്കുകളിലേക്കും വീതിച്ച് നൽകുകയാണ് ആദ്യം ചെയ്യുക. ആ താലൂക്കുകളിലെ അപേക്ഷകൾ പരിഗണിച്ച് നിലവിൽ അവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയും കൊണ്ട് അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്കുകൾ നിശ്ചയിക്കും. മിനിമം 30 മാർക്കെങ്കിലും എത്തുന്ന ആളുകൾക്കാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുക. ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ രോഗികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിത്യരോഗികളോ വികലാംഗരോ ഉണ്ടെങ്കിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഉൾപ്പെടാൻ പോവുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.